നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ബഹിരാകാശത്ത് വീണ്ടും ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യ ദൗത്യമായ ആദിത്യ L1 അവസാന ഭ്രമണപഥത്തിലേക്ക് ഇന്ന് വൈകിട്ടോടെയാണ് പ്രവേശിക്കുക. ISRO ഇക്കാര്യം അറിയിക്കുന്നുണ്ട്. ഇതിൻ്റെ വിവരങ്ങളും പ്രസാദ് കാളിദാസാണ് നൽകുന്നത്. കാളിദാസ്, എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? ഈ അവസാന ഭ്രമണപഥത്തിലേക്ക് എത്തുന്നത് നിർണായകമായൊരു നീക്കമാണ് ഈ L1-ൻ്റെ, ആദിത്യ L1-ൻ്റെ അല്ലേ? അജിംഷാദ്, നമുക്കിപ്പോൾ ഭാരതത്തിന് വളരെ അഭിമാനകരമായ നിമിഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദിത്യ L1 അതിൻ്റെ അവസാന പാതയിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ സാങ്കല്പിക ഭ്രമണപഥത്തിലേക്ക് L1 ലഗ്രാഞ്ചെ പോയിന്റിലേക്ക് കടക്കാൻ 4 മണിക്കാണ് ആ ഒരു നിർണായക മുഹൂർത്തം സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ്. ഇതിനു മുമ്പ് ലോകത്തിലുണ്ടായ ഒരു സൗരദൗത്യം എന്ന് പറയുന്നത് 2022 നാസ വിക്ഷേപിച്ച ക്യൂബ്സാറ്റ് എന്ന് പറയുന്ന പേടകത്തിൻ്റെ വിക്ഷേപണമായിരുന്നു അവസാനമുണ്ടായിരുന്ന ഒരു സൗരദൗത്യം എന്ന് പറയുന്നത്. അതിൻ്റെ വിവരം പിന്നെ നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല. അതിനുശേഷമാണ് നമ്മുടെ സൗരദൗത്യം വന്നത്. സെപ്റ്റംബർ 2-നായിരുന്നു 2023 സെപ്റ്റംബർ 2-നായിരുന്നു ഇതിൻ്റെ വിക്ഷേപണം ഉണ്ടായിരുന്നത്. അതിനുശേഷം 5 സ്റ്റേജുകൾ കടന്ന് 6ാമത്തെ സ്റ്റേജിൽ നിന്നതാ ഇപ്പോൾ ഇന്ന് 4 മണിയോടുകൂടി ആ സാങ്കല്പിക ഭ്രമണപഥത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 2 വിക്ഷേപണം നടന്ന ആദിത്യ L1 പിന്നീട് സെപ്റ്റംബർ 5 2ാം ഭ്രമണപഥത്തിലേക്കും സെപ്റ്റംബർ 10 3ാമതും സെപ്റ്റംബർ 15 4ാമത്തെ ഭ്രമണപഥത്തിലും കടന്ന് സെപ്റ്റംബർ 19 ഭൂമിയുടെ ഗുരുത്വാകർഷണം വിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയത്. ഇന്ന് 4 മണിയോടുകൂടി നമുക്ക് കൃത്യമായൊരു വിവരം ലഭിക്കും. ഇതിൻ്റെ സ്ഥിരീകരണം എല്ലാം കൃത്യമായി ISROയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ്. അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ള മറ്റു വിവരം എന്ന് പറയുന്നത് 7 പേലോഡുകൾ നിറഞ്ഞതാണ് നമ്മുടെ ആദിത്യ L1 എന്ന് പറയുന്നത്. അതിൽ 4 കൃത്യമായി സൂര്യനെ നിരീക്ഷിച്ച് പഠിക്കാൻ വേണ്ടിയും സൂര്യനെ നോക്കിക്കണ്ട് പഠിക്കാൻ വേണ്ടിയും ബാക്കി 3 എന്ന് പറയുന്നത് അതിൻ്റെ മറ്റു കാര്യങ്ങൾ അതായത് സൗരക്കാറ്റിനെ കുറിച്ചും സൂര്യനിൽ നിന്നുള്ള കണികളെക്കുറിച്ചും, സൂര്യനൊരു വാതക ഭീമൻ എന്ന തരത്തിലാണ് ISRO പറഞ്ഞത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ടാവും. ലോകത്തിന് തന്നെ ഗുണമുണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളാണ് അതിലുള്ളത്. മാത്രമല്ല, ഇവിടെ നിന്ന് ഇപ്പോൾ ഭൂമിയിൽ നിന്നുള്ള ദൂരം നോക്കുകയാണ്. ഈ ലഗ്രാഞ്ചെ പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 15 ലക്ഷം കിലോമീറ്റർ ആണ്. അതായത് സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ 1% മാത്രമാണ്. 15 കോടി കിലോമീറ്റർ ദൂരമുള്ള ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ദൂരത്തുള്ള സൂര്യന്റെ എത്രയോ ദൂരത്ത് തന്നെയാണ് ഈ ലഗ്രാഞ്ചെ പോയിന്റ്. പക്ഷേ ഈ ലഗ്രാഞ്ചെ പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നുള്ള ഗുരുത്വാകർഷണവും സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണവും ഒരേപോലെ അനുഭവപ്പെടുന്ന ഒരു പോയിന്റാണ്. ഒരു സാങ്കല്പിക ഭ്രമണപഥമാണ് ഈ ലഗ്രാഞ്ചെ പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് ആ ഒരു പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത്. ഒരുപാട് ലഗ്രാഞ്ച് പോയിന്റുകളുണ്ട്, അതിൽ ഒന്നിലാണ് എത്തിച്ചേരാൻ പോകുന്നത്. അതേപോലെ തന്നെ മറ്റു കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ എങ്ങാനും ഒരു തോൽവി അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും സാങ്കേതിക പിഴവ് സംഭവിക്കുമോ എന്ന രീതിയിലും ചില്ലറ ആശങ്ക ഇല്ലാതില്ല. പക്ഷേ എന്നാലും ഈ ചന്ദ്രനിൽ നമ്മൾ ഇടിച്ചിറങ്ങിയ പോലെ ഇത്തരത്തിൽ ഈ ഒരു ഭ്രമണപഥത്തിൽ ഇടിച്ചിറങ്ങാൻ തക്ക ഒന്നുമില്ല. കാരണം ഇത് സാങ്കല്പികമായ ഭ്രമണപഥമാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു ഭ്രമണപഥത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം കൃത്യമായി ത്രസ്റ്ററുകൾ കൃത്യമായി ദിശ മാറ്റി ഭ്രമണപഥം അതിൻ്റെ അവസാന ഭ്രമണപഥത്തിലേക്ക് ആദിത്യ L1 പ്രവേശിക്കുന്നു. സൂര്യനെ സംബന്ധിച്ചുള്ള പഠനത്തിൽ നിർണായകമായ ചുവടുവയ്പ്പാണ് ISRO നടത്തുന്നത്. അതിൻ്റെ വിജയത്തിൻ്റെ ഭ്രമണപഥത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ എത്തുന്നത് എന്നതാണ് കാളിദാസ് വിശദീകരിക്കുന്നത്.